ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈബ്സ് ഓൺ എയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രം ട്രിപ്പിന്റെ 3-ാം ദിവസമായ ഇന്ന് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ഹൈ റേഞ്ചിന്റെ സൗന്ദര്യമായ പൊന്മുടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് റേഞ്ചിലാണ് പ്രശസ്തമായ പൊന്മുടി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ അകലെയാണ് ഈ ഹിൽ സ്റ്റേഷൻ. വനത്തിലൂടെയുള്ള യാത്രയും റോഡരികിലെ കാഴ്ചകളും ഒരേ സമയം രോമാഞ്ചിഫിക്കേഷനും ശാന്തതയും നൽകുന്നതാണ്. പൊന്മുടി ഇക്കോ ടൂറിസം ടിക്കറ്റ് റേറ്റ്സ്: മുതിർന്നവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 20 രൂപ. അതുപോലെ ഫോറിനേഴ്സിന് റേറ്റ് കൂടുതലാണ്. പിന്നെ കാറ് പാർക്കിങ്, 2 വീലേഴ്സ്, അതേപോലെ ക്യാമറയുടെ ആൽബത്തിന്റെ ഷൂട്ടിങ്, ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത റേറ്റുകളാണ്. അല്ലാതെ ഈ വാട്ടർ ഫോളൊക്കെ അത് ഇവിടെ ഒരു അരുവിയുണ്ട്. വാട്ടർ ഫോൾ 1 കിലോമീറ്ററിന് താഴെ ഒരു മീൻമുട്ടിയുണ്ട്. അത് വേറെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഇല്ല, അത് അവിടെ നിന്ന് അത് വേറെ റേഞ്ച്, കട്ടിപ്പള്ളി റേഞ്ച്. പിന്നെ നിർബന്ധം വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുവഴിയെ ഇറങ്ങി നല്ലത്. മൃഗങ്ങളൊക്കെ എന്തെങ്കിലും വെള്ളം എല്ലാം എക്കോ ടൂറിസം എല്ലാം 4 മണി. എൻട്രി ഗേറ്റിന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ പതിയെ ഗേറ്റ് കടന്ന അകത്തേക്ക്. പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ 22ഓളം ഹെയർപിൻ വളവുകളാണുള്ളത്. ചുറ്റും പച്ച പിടിച്ചു നിൽക്കുന്ന മരങ്ങളും തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അരുവികളും നമ്മുടെ യാത്രാക്ലേശം പൂർണ്ണമായും മാറ്റും. ഇവിടത്തെ കാലാവസ്ഥ എപ്പോഴും വളരെ മനോഹരമാണ്. അതാണ് നമ്മുടെ പാട്ട് വന്നു. അർച്ചനാഥിൽ വന്ന് ഇനി നോക്കാനില്ല. ചേട്ടൻ എന്താണ് പോയാ? ഇവിടെ മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി വ്യൂ പോയിന്റുകളുണ്ട്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാക്കേജുകൾ ലഭ്യമാണ്. അതിരാവിലെയുള്ള സൂര്യന്റെ വെളിച്ചം വണ്ടിയിലെ ഗ്ലാസ്സിലേക്ക് തട്ടുമ്പോഴുള്ള ഭംഗി. പൊന്മുടി എന്ന പേരിന്റെ അർത്ഥം സ്വർണ്ണമുടി എന്നാണ്. ഇവിടെ ഓരോ ഹെയർപിൻ വളവുകൾ കഴിയും തോറും നമുക്ക് മുന്നിൽ പ്രകൃതി ഒരു ചിത്രം വരച്ചിടുന്നത് പോലെ തോന്നും. യാത്രയുടെ ഓരോ കിലോമീറ്ററും വ്യത്യസ്ത അനുഭവമാണ്. ഒരു വശത്ത് പച്ച പിടിച്ച കാടുകളും മറുവശത്ത് ആഴമുള്ള താഴ്വാരങ്ങളും. ഓരോ വളവും പിന്നിടുമ്പോഴും പുതിയ മനോഹര കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇവിടേക്ക് മഴക്കാലത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ വഴിയരികിലൂടെ ഒഴുകിയെത്തുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കും. നിരവധി യാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനുമുണ്ട്. പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ വഴിയരികിലായി ഇതുപോലെ നിരവധി ഗ്രാമ്പൂ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ മലനിരകളിലെ സുഗന്ധ വിളവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമ്പൂ. ഗ്രാമ്പൂ പൂക്കളുടെ മുട്ടുകൾ ഉണക്കിയാണ് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ ലഭിക്കുന്നത്. PWD വിശ്രമ കേന്ദ്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനും കുറച്ച് അപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ആ പാട്ട് കേൾക്കുന്നത്. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന തണുത്ത കാറ്റും മേഘങ്ങളുടെ സ്പർശവും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. വേനൽക്കാലത്തും ഇവിടെ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വഴിയിൽ വച്ച് ഉപ്പിലിട്ടത് കഴിക്കാനായി വണ്ടിയൊന്ന് നിർത്തി. ഇത് കാണുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് പൊന്മുടിയുടെ പീക്കിലെത്തി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. എല്ലാവരും തന്നെ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ. മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന മലനിരകളും നോക്കത്താ ദൂരം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പച്ചപ്പും നല്ല തണുത്ത കാറ്റും അടിപൊളി വ്യൂവും അടിപൊളി അനുഭവമാണ് ഈ വ്യൂ പോയിന്റും പൊന്മുടിയിലേക്കുള്ള യാത്രയും. ജസ്റ്റ് ഒന്ന് നിർത്തി 2 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയതാണ്. പക്ഷേ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഫീലും നല്ല കാറ്റും
ഒരു രക്ഷയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം തള്ളി മറിച്ചു. അവളത് താഴെ വരെ നടന്നിട്ട് തിരിച്ച് കയറി വരുന്നുണ്ട്. ഇത്രയും മനോഹരമായ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ചുമ്മാ വണ്ടിയിൽ വന്നിരുന്നു പോയാൽ മതിയോ? ഒന്നിറങ്ങി ഈ മണ്ണിലൂടെ ഈ മഞ്ഞിലൂടെ ഒന്ന് നടന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ യാത്രയ്ക്ക് എന്തർത്ഥമാവുള്ളത്? ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെത്തിയാൽ പിന്നെ ക്യാമറയും ഫോണും തുറക്കാതെ എങ്ങനെയല്ലേ? ഇൻസ്റ്റഗ്രാം റീൽസിനായി അടിപൊളി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങളും എടുത്തു. നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ഒരു ദിവസം ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വന്ന് അടിച്ചു പൊളിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് പൊന്മുടി. സ്വന്തമായി വാഹനം ഇല്ലാത്തവർക്കും ആശങ്ക വേണ്ട. കേരള KSRTCയുടെ ടൂറിസം സർവീസുകളും പൊന്മുടിയിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ പീക്കിലെത്തി. അവധി ദിവസങ്ങളിൽ ഇവിടേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഈ കാണുന്ന ഈ പാറയുടെ മുകളിലേക്ക് നടന്നു കയറുവാണ്. പൊന്മുടി ടോപ്പാണ് ഗൈസ്. ചുറ്റും മലകൾ മാത്രം. ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ദൂരേക്ക് നോക്കിയിരിക്കാൻ നല്ല ഫീലാണ്. ചുറ്റും മലകൾ മാത്രം. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി താഴേക്ക് റോഡിലൂടെ വേറൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നടന്നു. ട്രക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രക്കിങ്ങിന് പോകേണ്ട രീതികളും ആളുകളുടെ എണ്ണവും റേറ്റും കാര്യങ്ങളുമൊക്കെ. ഇവിടെ നിന്ന് താഴേക്ക് വീണ്ടും നടക്കാൻ സ്ഥലമുണ്ട്. ഒരുപാട് ആളുകൾ നടക്കുന്നുമുണ്ട്. നമ്മൾ നടക്കാൻ മടിച്ച് ഇവിടെ അങ്ങോട്ട് നിന്നു. ഇത് നമ്മുടെ പാർക്കിങ്ങിന് തൊട്ടടുത്തുള്ള മറ്റൊരു മലയാണ്. പൊന്മുടിയിൽ എവിടെ നോക്കിയാലും ചുറ്റോട് ചുറ്റും നല്ല ഭംഗിയുള്ള മലകളാണ്. പൊന്മുടിക്ക് ചുറ്റുമുള്ള മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകൾ: ഒന്ന് ഗോൾഡൻ വാലി. കല്ലാർ നദിയുടെ തീരത്തുള്ള ഈ പ്രദേശം കുളിക്കാനും വിശ്രമിക്കാനും അനുയോജ്യമായ ഒരിടമാണ്. വനത്തിനുള്ളിലൂടെ ട്രക്ക് ചെയ്ത് വേണം ഇവിടെ എത്താൻ. പ്രകൃതിയുടെ തനിമ ഒട്ടും ചോരാതെ സൂക്ഷിക്കുന്ന ഈ സ്ഥലങ്ങൾ നിങ്ങളുടെ യാത്രയെ കൂടുതൽ അവിസ്മരണീയമാക്കും. നമ്മൾ നിൽക്കുന്ന മലയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു മലയാണിത്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ താഴെ കൂടെ റോഡ് കാണാം. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന ആ റോഡിലൂടെ തന്നെ നീങ്ങുന്ന ഒരു KSRTC ബസ് അതാ നിങ്ങൾക്ക് മുന്നിൽ. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. ചെറിയ വിശപ്പുണ്ട്. നമ്മൾ ഇവിടുന്ന് പതിയെ ഇറങ്ങുവാണ്. മറ്റു ജില്ലകളിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഒരു ദിവസം പൊന്മുടിയിലേക്ക് കൂടി മാറ്റിവെക്കുക. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരിടമാണ് പൊന്മുടി ഹിൽസ്. ഇവിടെ സ്റ്റേ അവൈലബിൾ ആണ്. KTDCയുടെ ലിമിറ്റഡ് റൂംസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക. നമ്മളങ്ങനെ തിരിച്ച് താഴെ എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടെ ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കടവുണ്ട്. നമ്മളപ്പോൾ ജസ്റ്റ് താഴെ നിന്ന് ഇറങ്ങി ഒന്ന് കാലൊന്ന് നനച്ചിട്ട് പോകാമെന്ന് കരുതി. ഒരുപാട് പേരുണ്ട് ഇവിടെ. നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. യാത്ര പക്ഷേ അവസാനിക്കുന്നില്ല. നെയ്യാർ ഡാമിൻ്റെ കൂടുതൽ വിശേഷങ്ങളും തിരുവനന്തപുരത്തെ കൂടുതൽ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.